RBIയുടെ മാനദണ്ഡ പ്രകാരമാണ് KFC നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് മുൻ ധനമന്ത്രി TM തോമസ് ഐസക്. നിക്ഷേപം നടത്തുന്ന സമയത്ത് ആ സ്ഥാപനം പിന്നീട് നഷ്ടത്തിലാകുമോ എന്നത് നോക്കാൻ സാധിക്കില്ലെന്നും ഐസക് വ്യക്തമാക്കി. നിയമങ്ങൾ കാറ്റിൽ പറത്തി അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ KFC നിക്ഷേപം നടത്തിയെന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണം. ഇതിൽ ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പ്രതികരിച്ചു. UDF സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങി LDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ KFCയെ അടച്ചുപൂട്ടാനാണ് സെബി നിർദ്ദേശിച്ചത്. അതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നടപടിയുടെ ഫലമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഓർമ്മിപ്പിച്ചു. എന്നാൽ LDF സർക്കാരിന്റെ കാലത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തിയാണ് പിന്നീട് KFC ലാഭത്തിലായത്. അതുപോലെ തന്നെയുള്ള ഒരു ബിസിനസ്സാണ് RCFLുമായി നടത്തിയത്. RBIയുടെ മാനദണ്ഡപ്രകാരം തന്നെയായിരുന്നു RCFLിൽ KFC നിക്ഷേപം നടത്തിയതെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ AA റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച് കൊട്ടേഷൻ വിളിച്ച് വേണം നിക്ഷേപം നടത്താൻ. ഇത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ട്. റേറ്റിംഗ് കമ്പനികളെ ഉയർത്തി വെപ്പിച്ചു, ഒന്ന് അഴിമതിയാണ്. കോട്ട് ചെയ്തപ്പോൾ മറ്റ് കമ്പനികൾ അവർ താഴ്ത്തി വെച്ചു. തെളിവ് വെക്കണ്ടേ? KFC നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ നിക്ഷേപം നടത്തിയതെന്നും ഇത് വലിയ അഴിമതിയാണെന്നും ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അനിൽ അംബാനിയുടെ RCFL, അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഈ പണം അവിടെ നിക്ഷേപിച്ചു. തീർത്തും സുതാര്യമായിട്ടാണ് KFC നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളതെന്നും ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ എന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. സതീശന് ഓരോന്നും പറയാനില്ല, അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ മറുപടി പറഞ്ഞത്രേ ഉള്ളൂ. എവിടെയാണോ അഴിമതി, ഒന്നും മൂടി വെക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല, ഒന്നും മൂടി വെക്കാൻ CPIM ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം പരിശോധിച്ചോട്ടെ. ആക്ഷേപവും അഴിമതി ആരോപണവും ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനുള്ള തെളിവ് കൂടി ഹാജരാക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.